പ്രൈസ് ലോർഡ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നിങ്ങൾ വർഷങ്ങളായി ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? വിടുതൽ കാണുന്നില്ലേ? നിങ്ങൾ വർഷങ്ങളായിട്ട് ഒരു വിഷയത്തിനെക്കുറിച്ച് വ്യാകുലതയോടെ ആകുലതയോടെ ഉറങ്ങാൻ പോലും പറ്റാതെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, എന്ത് വലിയ വിഷയമായിക്കോട്ടെ, എത്ര വലിയ വിഷയമായിക്കോട്ടെ, ആരെക്കൊണ്ടും മാറ്റാൻ പറ്റാത്ത വിഷയമായിക്കോട്ടെ ആണെങ്കിൽ അതിന് ഒരു വാക്യമുണ്ട് നിങ്ങൾക്ക് സമാധാനം തരാൻ. നിങ്ങൾക്ക് ആ വിഷയത്തിന് മേലൊരു വിടുതലുണ്ട് എന്ന് പറയുന്നൊരു വാക്യം. ഹെബക്കൂക്ക് 2-ാം അധ്യായം 3-ാം വാക്യം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കേട്ട വാക്യം, നമുക്ക് ഒരു ദർശനമുണ്ട്, അത് നമ്മൾക്ക് താമസിക്കുകയില്ല, അത് വൈകുകയില്ല, നിശ്ചയം. അതാണ് വചനം പറയുന്നത്. നിങ്ങൾ വർഷങ്ങളായിട്ട് ഭാരപ്പെടുന്ന ഒരു വിഷയത്തിന് വേണ്ടി ഇന്ന് ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചകളിൽ, ഈ മാസങ്ങളിൽ ആ വിഷയത്തിന് മേൽ വലിയൊരു വിടുതൽ സംഭവിക്കുകയാണ്. വലിയൊരു അത്ഭുതം. നിങ്ങൾ വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ കാത്തിരിപ്പായിരിക്കാം, പക്ഷേ ഈ ദിവസങ്ങളിൽ ആ കാത്തിരിപ്പിൻ്റെ മേൽ ഒരു സമാപ്തി വരാൻ പോവുകയാണ്. അത് അവസാനിച്ച് നിങ്ങൾ ഭാരപ്പെടുന്ന ആ വിഷയം വലിയ അത്ഭുതമായി മാറാൻ പോകണം. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമുക്ക് തോന്നും, നമുക്ക് ഇതിപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ വിഷയം ഇപ്പോൾ ഒരു അത്ഭുതമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലം ഇപ്പോൾ വിറ്റ് പോയിരുന്നെങ്കിൽ, ഈ വീട് ഇപ്പോൾ എനിക്ക് വിൽക്കാൻ പറ്റിയിരുന്നു എങ്കിൽ. അത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ആഗ്രഹമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു 10 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് എന്ന് വിചാരിക്കുക. ആ കുഞ്ഞിന് ഒരു ബൈക്ക് വേണം, വാശി പിടിക്കുക. നിങ്ങൾ മേടിച്ചു കൊടുക്കുമോ? മേടിച്ചു കൊടുക്കത്തില്ല. കാരണം ബൈക്ക് ഓടിക്കാനുള്ള പ്രായം അവനായിട്ടില്ല, കുഞ്ഞിനായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മേടിച്ചു കൊടുക്കത്തില്ല. സെയിം അത് തന്നെയാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ ചെയ്യുന്നത്. നമുക്ക് ചില വിഷയങ്ങളിൽ നമുക്ക് നിർബന്ധങ്ങളുണ്ട്, എനിക്കതിപ്പോൾ വേണം. പക്ഷേ നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ പിതാവിനറിയാം എപ്പം നമുക്കത് കൊടുക്കണമെന്നത്. ആ സമയം പിതാവ് നമുക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്ന ആ സമയത്ത് ഈ ഭൂമിയിൽ ആരൊക്കെ പ്രതികൂലം നിന്നാലും കർത്താവ് ആ സമയത്ത് നമുക്ക് അനുകൂലമായതുകൊണ്ട് ആ വിഷയം അത്ഭുതമാകുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഒരു 30-35 വയസ്സുള്ളൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക, ഒരു മകനോ മകളോ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കുഞ്ഞിന് വിവാഹം നടക്കുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ആവശ്യമാണ്. അത് എന്താ പറയുന്നത്, 30 വയസ്സായിട്ടും വിവാഹം നടക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതിൻ്റെ മേൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. അത് ചെയ്തേ മതിയാകത്തുള്ളൂ. അതിനാണ് നമ്മൾ നിർബന്ധത്താൽ നമ്മൾ നമ്മുടെ കർത്താവിനെ പിടിച്ചിറക്കണം. കർത്താവെ, എൻ്റെ ഈ വിഷയത്തിൽ അത്ഭുതം നടക്കാതെ അങ്ങ് ഇവിടുന്ന് പോകാൻ പാടില്ല. ഈ വിഷയത്തിൽ അത്ഭുതം സംഭവിക്കാതെ കർത്താവെ, ഞാൻ ഈ പ്രാർത്ഥന ഇവിടെ നിർത്തത്തില്ല. അങ്ങനെ ചില നിർബന്ധങ്ങൾ നിങ്ങൾക്കറിയാമോ? സ്നേഹത്തോടെ മാത്രമേ നമ്മുടെ കർത്താവിനെ നമുക്ക് കീഴ്പ്പെടുത്താനാവുള്ളൂ. നമുക്ക് നമ്മുടെ പിതാവിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് സ്നേഹം മാത്രമാണ്. പ്രിയമുള്ളവരെ, ആ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഒരു കാര്യം, കർത്താവിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ് നിങ്ങളും ഞാനും. നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ കർത്താവിൻ്റെ മനസ്സലിയുന്നതാണ്. എങ്കിൽ കണ്ണുനീരോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, അലട്ടുന്ന, ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന ആ അവസ്ഥകളെ ഓർത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ മേൽ വലിയൊരു വിടുതൽ, വലിയൊരു അത്ഭുതം. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരിലൂടെ കർത്താവ് അത് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആ പ്രശ്നം അത് മാറിപ്പോകാൻ സമയമായി. നിങ്ങളെ അലട്ടുന്ന, നിങ്ങളെ ഭാരപ്പെടുന്ന എന്തുമാവട്ടെ, അതിൻ്റെ മേൽ ഒരു വിടുതലിന് സമയമായിരിക്കുക തന്നെയാണ്. അതിനാണ് ഇന്ന് ഈ വചനം നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചത്. പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്ന എത്ര വലിയ പ്രതികൂലത്തിലുമായിരിക്കോട്ടെ, പക്ഷേ ആ പ്രതികൂലത്തിലും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ തളർത്താനോ നിങ്ങളെ തകർക്കാനോ ഒന്നുമല്ല ഈ പ്രശ്നം. നിങ്ങളും ആ കർത്താവുമായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് ചേർന്നിരിക്കാൻ. അതുമാത്രമാണ് ഈ പ്രശ്നത്തിൻ്റെ ഉദ്ദേശം. ഒരിക്കലും നിങ്ങൾ നശിക്കത്തില്ല, നിങ്ങളുടെ കുടുംബം നശിക്കത്തില്ല, മക്കൾ നശിക്കത്തില്ല, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടത്തില്ല, നിങ്ങളുടെ സ്ഥാപനം നഷ്ടപ്പെട്ടു പോകത്തില്ല. അതൊക്കെ ഒരു നിമിത്തമാണ്. പ്രിയമുള്ളവരെ, എനിക്കും കർത്താവിനും നമുക്കും തമ്മിൽ ഒരുമിച്ചിരിക്കാൻ ആ ഒരു അവസരം കിട്ടി എന്ന് മാത്രം വിചാരിച്ചാൽ മതി.
നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നപ്പാ, ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി കർത്താവെ, ഈ പ്രഭാതത്തിനായി നന്ദി. കർത്താവെ, ഇന്ന് ഈ ദിവസം മുഴുവൻ ഞങ്ങളെ സന്തോഷത്തോടെ വഴി നടത്തണം അപ്പാ. ദൈവമേ, ഇന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ അപ്പാ മുന്നമേ ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കുന്നു അപ്പാ. ഞങ്ങൾക്ക് മുമ്പായി ചെന്ന് എല്ലാ ദുർഘടങ്ങളെയും അങ്ങ് ഇവിടുന്ന് നിരപ്പാക്കുന്നതിനായി നന്ദി. ഞങ്ങൾക്ക് മുന്നമേ സ്വർഗീയ ദൂതന്മാരെ അങ്ങ് അയക്കുന്നതിനായി നന്ദി അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളെ നേരിടുന്ന ഓരോ വിഷയത്തിനു മേലും അസാധാരണമായ അത്ഭുതങ്ങൾ അവിടെ നിന്ന് സംഭവിക്കട്ടെ. ദൈവമേ, വീട് പണിതിട്ടിട്ടും ആ വീട്ടിൽ ഒരു ദിവസം പോലും ഒന്ന് സ്വസ്ഥതയോടെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പം യേശുവിൻ്റെ നാമത്തിൽ ആ അവസ്ഥയിൽ നിന്ന് മാറട്ടെ, ആ വീടിൻ്റെ അവസ്ഥകളിൽ നിന്ന് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ദിവസം മുതൽ കർത്താവെ, മക്കളിത് കേൾക്കുന്ന ഈ സമയം മുതൽ ആ വീട്ടിൽ അവർ സ്വസ്ഥതയോടെ അവിടെ നിന്ന് ഉറങ്ങട്ടെ, സമാധാനത്തോടെ ഉറങ്ങട്ടെ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ. അപ്പം ദൈവമേ, മക്കളെ നേരിടുന്ന എത്ര വലിയ പ്രതികൂലങ്ങളായിക്കോട്ടെ, ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ കർത്താവെ, മക്കളെ ഇവിടുന്ന് വിട്ടുവിച്ച് കർത്താവെ, മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരായി നിൽക്കുമ്പോൾ കർത്താവെ, അങ്ങ് മക്കളെ ഉയർത്തി മാനിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ നോക്കും, അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, അവരുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായി തീർന്നല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില മക്കളുണ്ട്. അപ്പം ദൈവമേ, മക്കളെ അങ്ങ് തൊടണം കർത്താവെ. മുന്നോട്ടൊരു കാല് പോലും വെക്കാൻ പറ്റാത്ത വിധം കർത്താവെ, പ്രതിസന്ധിയിൽ, പ്രതികൂലത്തിൽ ദൈവം മരണമല്ലാതെ മുമ്പോട്ട് ഇനി ഒന്നുമില്ല എന്ന് ഇരിക്കുന്ന അവസ്ഥയിലുള്ളവരെന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവെ, ആ മക്കളായിരിക്കുന്ന സ്ഥാനത്ത് നിൻ്റെ സമാധാനം അവരുടെ ഹൃദയത്തിൽ ഇപ്പം നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മക്കൾ നേരിടുന്ന പ്രശ്നം ഒരു മെഴുകു പോലെ അവിടെ നിന്ന് ഉരുകട്ടെ. ആ പ്രശ്നത്തിൻ്റെ മീതെ കർത്താവെ, സർവശക്തനായ ഞങ്ങളുടെ പിതാവ് ഇന്ന് ഈ പകൽക്കാലം ആ പ്രശ്നത്തെ അങ്ങ് വലിയ അത്ഭുതമാക്കി അവിടെ നിന്ന് തീർത്ത വൻ കൃപയ്ക്കായി നന്ദി പ്രിയ പിതാവേ. കർത്താവെ, മക്കൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും, പ്രയാസങ്ങളും, രോഗങ്ങളും എല്ലാത്തിൻ്റെ മേലെയും കർത്താവെ അങ്ങ് അവിടുന്ന് അത്ഭുതം ചെയ്യണം അപ്പം. അങ്ങയുടെ കരം അവിടുന്ന് കൂടിയിരിക്കണം പ്രിയ പിതാവേ. നിന്റെ മക്കളെ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസമായിരിക്കാൻ നീ സഹായിക്കണം അപ്പം. എല്ലാ നന്മകളാലും അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തണം കർത്താവേ. അപ്പം ആ മക്കൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ കർത്താവ് അങ്ങ് നല്ലതുപോലെ അറിയുന്നല്ലോ കർത്താവേ. അതിനൊക്കെയും വിടുതലുണ്ട് കർത്താവേ. അതൊക്കെയും അവിടുന്ന് അവസാനിച്ചു കർത്താവേ, നിശ്ചയമാണ് കർത്താവേ. അങ്ങ് മക്കളുടെ ഹൃദയത്തിനോട് അവിടുന്ന് സമാധാനത്തോടെ ആയിരിക്കാൻ സഹായിക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗാവസ്ഥകളുടെ മേൽ, സമാധാനത്തിൻ്റെ മേൽ കർത്താവെ, ഒക്കെയും വലിയ അത്ഭുതങ്ങളൊന്ന് സംഭവിച്ചതിനായി നന്ദി. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോകൾക്ക് താഴെ വന്ന ചില കമൻറ്റുകളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നമുക്കൊരു പ്രാർത്ഥന റിക്വസ്റ്റായിട്ട് വന്നതൊന്നുമല്ല, ചില കമൻറ്റുകൾ കണ്ട് ആ കമൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ജയകുമാർ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്ന 2.5 വർഷമായി ജോലി ശരിയാവാത്ത അവസ്ഥ, വിസ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആരാണോ ഐ ഡിയിൽ നിന്ന് ഇട്ടിട്ടുള്ളത്, വ്യക്തി ഇട്ടിട്ടുള്ളത്, നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയത്തില്ല, എങ്കിലും നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയ പിതാവേ. അപ്പോൾ മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്ന കർത്താവെ, ആ വ്യക്തിയെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇമ്മേ 2.5 വർഷമായി ശരിയാവാതെ അവിടെ നിന്ന് നിൽക്കുമ്പോൾ കർത്താവെ, ഒറ്റ സെക്കൻഡ് മതി പ്രിയ പിതാവെ, അങ്ങേക്ക് അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യാൻ. ഇന്ന് ഈ നിമിഷം ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ സ്വർഗത്തിനും കർത്താവെ, സ്വർഗത്തിന് അങ്ങയുടെ ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ അങ്ങ് തുറന്ന് കർത്താവെ, ആ ജോലി ചെയ്യുന്ന ആ വ്യക്തിയുടെ മേൽ കർത്താവ് അങ്ങ് അവിടെ നിന്ന് അത്ഭുതം ചെയ്യണം. ആ ജോലി യേശുവിൻ്റെ നാമത്തിൽ ശരിയാവാതിരിക്കുന്ന ആ അവസ്ഥയുടെ മേൽ, ആ വിസയുടെ മേൽ അങ്ങ് അവിടുന്ന് ഇന്ന് തന്നെ അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി നന്ദി. അവൾ വിശ്വസിക്കുന്നപ്പോൾ വലിയ സാക്ഷ്യം കർത്താവ് അവിടുന്ന് കേൾപ്പിക്കാൻ പോകുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അതുപോലെ തന്നെ പിങ്കി അനു എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നും ഇട്ടിട്ടുള്ള ഒരു കമൻറ്റാണ്. ഒരു ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല, ഗവൺമെൻറ് ജോലിയുടെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രിയ പിതാവേ, ഗവൺമെൻറ് ജോലിയുടെ കാര്യം പറഞ്ഞ് കമൻറ്റിട്ട് ആ വ്യക്തിനെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ആഗ്രഹത്തെ കൊടുത്തത് അങ്ങാണപ്പാ. ഗവൺമെൻറ് ജോലി എന്ന ആഗ്രഹം നീ കൊടുത്തുവെങ്കിൽ കർത്താവ്, ഇത് ദർശനമാണല്ലോ. ഇന്ന് കേട്ട വചനം അതാണപ്പാ. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് സമയം തെറ്റിയില്ല, വൈകിയാലും അത് നടക്കും നിശ്ചയം. ഈ ദിവസങ്ങളിൽ പ്രിയ പിതാവേ, ആ ജോലി, ഗവൺമെൻറ് ജോലി അവിടുന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അവിടുന്ന്
കിട്ടിയതിനായി നന്ദി അപ്പം. അനുഗ്രഹിച്ചങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഗവൺമെൻറ് ജോബ് നൽകിയതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നു. കൂടിയിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പം എന്തായാലും എല്ലാവർക്കും ഈ ഒരു പ്രാർത്ഥന അനുഗ്രഹമാണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അതൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും വിഷയം നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കാൻ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. ആമേൻ.